78ാം സ്വാതന്ത്ര്യദിനത്തിൽ നാട്ടുരാജ്യം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നാട്ടറിവുകളും സ്വാതന്ത്ര്യദിനത്തെയും സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയുള്ള കൂടുതൽ അറിവുകളാണ്. നമുക്ക് ദേശീയ പതാകയെപ്പറ്റി സംസാരിക്കാം. ഇന്ന് നമ്മളോടൊപ്പം AK അജിത്ത്, നവമീതം, കൊല്ലം നിവാസി, റെയിൽവേയിൽ റിട്ടയർഡ് എഞ്ചിനീയർ. അറിവിൻ്റെ ആവനാഴി എന്ന് പറയുന്നത് 5 വയസ്സിൽ തുടങ്ങിയ വായനാശീലം 64ാമത്തെ വയസ്സിലും പുസ്തകങ്ങൾ കൈവിടില്ല എന്നുള്ളതാണ്. സ്വാതന്ത്ര്യ സമരത്തിലെ വനിതാ ശാക്തീകരണത്തിൻ്റെ കേന്ദ്ര രൂപമായിരുന്ന മാഡം ഭിക്കാജി കാമ എന്ന പാഴ്സി വനിതയാണ് നമ്മുടെ ദേശീയ പതാക ആദ്യമായി രൂപകൽപ്പന ചെയ്തത്. ദേശീയ പതാകയിലെ 3 വർണ്ണങ്ങൾ കുങ്കുമം, വെള്ള, പച്ച. ഇത് കുങ്കുമവർണ്ണം ഭാരതത്തിൻ്റെ ധീരതയെ സൂചിപ്പിക്കുന്നു, വെള്ള ഭാരതത്തിൻ്റെ സമാധാനത്തെ സൂചിപ്പിക്കുന്നു, പച്ച ഭാരതത്തിൻ്റെ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു. നടുവിലുള്ള അശോക ചക്രവർത്തിയുടെ സാരാനാഥിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള അടയാളമാണ്. ഇന്ന് ലോകത്തിലെവിടെയെങ്കിലും ഇത്രയും നല്ലൊരു സന്ദേശം നൽകുന്ന ഒരു പതാക ഉണ്ടോ? ഇല്ല. നിസ്സംശയം പറയാം ഇത്രയും അർത്ഥസമ്പുഷ്ടമായ ഒരു ദേശീയ പതാക ഈ രാജ്യത്തിന് മാത്രം അവകാശപ്പെട്ടതെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. ഇന്ന് അതിൻ്റെ പവിത്രത പഴയതുപോലെ ഒരു പ്രാധാന്യം ജനങ്ങളിൽ എത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഓരോ ഭാരതീയനും നാമായി എന്ന് ഒരു നിമിഷം ചിന്തിച്ച് നോക്കുക. നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഒരുപക്ഷെ ഈ തെരുവിൽ നിന്നുകൊണ്ട്, ഈ വിളക്കത്ത് നിന്നുകൊണ്ട് നിങ്ങളുമായിട്ട് ഞാൻ സംവദിക്കുന്നതിന് കിട്ടിയ സ്വാതന്ത്ര്യം പോലും അനേകങ്ങളുടെ രക്തസാക്ഷിത്വത്തിൽ നിന്നും ഉണ്ടായതാണ്. ഏറ്റവും ചെറിയൊരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. 1929 4 ചെറുപ്പക്കാർ, രാംപ്രസാദ് ബിസ്മിൽ, അഷ്ഫഖുള്ള ഖാൻ, റോഷൻ സിംഗ് ലാഹിരി, രാജേന്ദ്ര ലാഹിരി ആൻഡ് റോഷൻ സിംഗ് ഠാക്കൂർ, ഈ 4 ചെറുപ്പക്കാർ കേവലം 27, 28, 29 വയസ്സുള്ളപ്പം അലഹബാദ്, ലക്നൗ, ഗോണ്ട ജയിലിൽ തൂക്കിലേറ്റി. അവർ തൂക്കിലേറ്റിയത് ആർക്കു വേണ്ടിയാണെന്നുള്ളത് ഒരിക്കലെങ്കിലും ഇന്ത്യ മഹാരാജ്യത്തിലെ ഏതെങ്കിലും മനുഷ്യർ ചിന്തിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അവരവരുടെ ജീവൻ ബലി കൊടുത്തത് അവർക്ക് വേണ്ടി ആയിരുന്നില്ല, പുതിയ ഒരു പിറവിക്ക് വേണ്ടി, പുതിയ ഒരു പ്രഭാതത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിൻ്റെ ഗീതം ആലപിക്കാൻ വേണ്ടിയിട്ടാണ് അവരവരുടെ ജീവിതം ഹോമിച്ചത്. കേവലം 28, 29, 30 വയസ്സിൽ അവർ ആത്മാഹുതി നടത്തുമ്പോൾ, സ്വയം ബലിയർപ്പിക്കപ്പെടുമ്പോൾ അവർ യാതൊരു സ്ഥാനങ്ങൾക്കോ സ്ഥാനങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ല അവർ ജീവൻ ബലിയർപ്പിച്ചത്. മനോഹരമായ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ സുന്ദര പ്രഭാതം കണ്ടെത്താൻ വേണ്ടിയാണ്. പക്ഷേ ഒരു സംശയം, അങ്ങനെ കണ്ണിലെ കൃഷ്ണമണി പോലെയും ചങ്കിനോട് ചേർത്ത് പിടിക്കുന്ന ഈ ദേശീയ പതാക ഇന്ന് കേരളത്തിലെ ചില രാഷ്ട്രീയക്കാർ ഉപേക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ആദരിക്കപ്പെടുന്നില്ല ചില സ്ഥലങ്ങളിൽ. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അറിവില്ലായ്മയെന്നേ പറയാൻ കഴിയും. കാരണം അവർക്കതിനെ ഉപേക്ഷിക്കുവാൻ പോലുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്നുണ്ട് ഈ രാജ്യം. പക്ഷേ അതിനെ അവമതിക്കരുത്. ഈ പതാക നെഞ്ചിലേക്ക് പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമ്മൾ ഒരു നിമിഷം ആലോചിക്കണം. 190 വർഷം നാം വൈദേശിക അടിമത്തത്തിലായി. അതിൽ നിന്നുള്ള മോചനമായിരുന്നു ഈ ദേശീയ പതാക. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു വട്ടമെങ്കിലും പോയി കാണുക. ഇത്രയും വൈവിധ്യങ്ങൾ നിറഞ്ഞ ഈ മനോഹരമായ ഈ ഭൂമി, ഭാരതം എന്ന ഭൂമിയുടെ ഓരോ അതിരുകളും, ഒരു വശത്ത് വടക്ക് ഹിമാലയ പർവ്വതത്തിൻ്റെ കാണുമ്പം നമ്മൾ ആലോചിച്ച് പോകും, നാം ഇവിടെ തന്നെ എനിക്കിവിടെ ജനിക്കാൻ കിട്ടിയത് ഏറ്റവും മഹാഭാഗ്യം എന്ന് മാത്രമേ ഞാൻ കരുതുകയുള്ളൂ. കാരണം സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലാണ് ഹിമാലയം. ആ ഹിമാലയത്തിൻ്റെ ഓരോ മലഞ്ചെരിവിലും, ഉയർന്ന കുന്നുകളിൽ ദേശീയ പതാക പാറിപ്പറക്കുന്ന കണ്ട വ്യക്തിയാണ് ഞാൻ. കാരണം ഞാൻ ഹിമാലയത്തിലോട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. കാശ്മീരിലും സോൻമാർഗിലും പഹൽഗാമിലും ഉത്തരാഖണ്ഡിലും ഋഷികേശിലും യാത്ര ചെയ്തപ്പം അവിടുത്തെ മലമുകളിലെല്ലാം ഒരു കൊടി ത്രിവർണ്ണ പതാക പാറിക്കളിക്കുന്നു.
ഇന്ത്യൻ ദേശീയ പതാക. അത് കാണുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ഹർഷോന്മാദമുണ്ട്, അതെനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയും. അജിത് സാറിൻ്റെ അറിവിൻ്റെ ആവനാഴികൾ അടുത്ത ഞായറാഴ്ച സംപ്രേഷണം ചെയ്യും. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയൻ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ വിജയൻ.